ഒരുപാട് കാലങ്ങളായി വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൺട്രി ആയിരുന്നു സിംഗപ്പൂർ. അങ്ങനെ നമ്മളുടെ ഇപ്രാവശ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പിലെ 3ാമത്തെ കൺട്രിയായി നമുക്ക് സിംഗപ്പൂർ ചൂസ് ചെയ്യാൻ പറ്റി. നമ്മൾ നേരെ മലേഷ്യയിൽ നിന്നാണ് സിംഗപ്പൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. സ്പേസ് ബോട്ട് അറ്റ് ലാവൻഡർ ഇതായിരുന്നു നമ്മൾ ചൂസ് ചെയ്തിരുന്ന സ്റ്റേ. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തപ്പിത്തെറിഞ്ഞാണ് നമ്മൾ ഇവിടെ വന്നെത്തിയത്. അഗോഡ ആപ്പിലായിരുന്നു നമ്മൾ റൂംസ് ബുക്ക് ചെയ്തിരുന്നത്. 5803 റുപ്പീസ് ആണ് ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് 2 ഡേയ്സിന് കോസ്റ്റ് വന്നത്. നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. സിംഗപ്പൂരിലെ എല്ലാ വിശേഷങ്ങളും ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാം. ഇത് പിറ്റേ ദിവസം മോർണിംഗ്. ഇതാണ് ഇവിടെയുള്ള കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ്. അപ്പം ഞങ്ങൾ ഇനി സിംഗപ്പൂരിലെ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാണ്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് മർലിയോൺ പാർക്കിലേക്കാണ്. ബസ് പോണോ അതോ ടാക്സിയിൽ പോണോ എന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പം ജസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. നല്ലൊരു ഫോട്ടോ പോയിന്റ് ആണ്. എല്ലാരും നന്നിട്ട് ഓടിച്ചൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഭയങ്കര വെയിലാണ്. പക്ഷെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാല് കുറച്ച് വെയിലുണ്ടെങ്കിലും ഇപ്പൊ കണ്ടപ്പോ വെയിൽ പോയി. വെയിലാണെങ്കിലും ക്രൗഡ് കുറച്ച് കുറവായിരിക്കും. ഈവനിങ് ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ക്രൗഡഡ് ആയിരിക്കും പ്ലേസ്. അപ്പം ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ വി വോണ്ട് ഗെറ്റ് എനി ഫോട്ടോസ്. സോ ഇവിടുന്ന് ഞങ്ങളും ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും റീൽസ് അപ്ലോഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇവിടുന്ന് എടുത്ത ഫോട്ടോസ് എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അതൊന്ന് ചെക്ക് ചെയ്തോളൂ. ഹെന്ന എൻ എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ മതി. ഈ പാർക്കിന്റെ അടുത്ത് നമുക്ക് അങ്ങനെ ഒരു മെയിൻ കോഴ്സ് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഞങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ ജ്യൂസിൽ ഒതുക്കി. പിന്നെ തൊട്ടടുത്തുള്ള 7-Eleven ചെറിയ സ്നാക്ക് ഐറ്റംസും വാങ്ങിച്ചു. നമ്മൾ വീട്ടിലേക്കും ഫാമിലിക്കും പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസും കുറച്ച് സ്വീറ്റ്സും എല്ലാം ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് തപ്പിത്തെറിഞ്ഞ് ഒരു അടിപൊളി സുവനീറും കിട്ടി. ട്രാവൽ ചെയ്യുന്ന എല്ലാ കൺട്രീസിനും സുവനീർസ് കളക്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിലേക്കും കുടുംബക്കാർക്കും കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ 2 ബാഗ്സ്. ഇതിലൊരെണ്ണം ഞാൻ എടുക്കുകയും ചെയ്തു. പിന്നെ ഇതാ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും അനിയത്തിമാർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പൗച്ചസ് ഒക്കെ നോക്കുമായിരുന്നു. ഭയങ്കര ക്യൂട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഞാൻ കുറേ എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ തന്നെ ഞങ്ങൾ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഗാർഡൻസ് ബൈ ദ ബേയിലേക്കാണ്. ഇത് ഇവിടുത്തെ സൂപ്പർ ഗ്രോ ട്രീസ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ഭയങ്കര ജയന്റ് ആണ് കേട്ടോ. ഇവിടുന്ന് ഞാനും ഷായും ഒരുപാട് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എല്ലാം എടുത്തു. വീഡിയോസിലൊക്കെ കാണുന്നതിനെക്കാട്ടിലും നേരിട്ട് കാണാനായിട്ട് അറിയാലോ, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ നമ്മൾ ക്ലൗഡ് ഫോറസ്റ്റിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. നമുക്ക് വിസിറ്റ് ചെയ്യാനാണ് ഉണ്ട്. അത് അതിന് ശേഷം 10-12 ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു ഫ്ലയർ. ഞങ്ങൾ അതിൽ പോകുന്നുണ്ട്. ഐ എം സോ എക്സൈറ്റഡ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ സിംഗപ്പൂർ ഫ്ലയറിലേക്കാണ് വന്നിട്ടുള്ളത്. കുറച്ചു മുന്നേ എന്റെ ബാക്കിൽ എന്ന് പറയാൻ ചെറിയൊരു സാധനം കാണിച്ചില്ലേ, അത് അത്രയും ജയന്റ് ആണ്. സോ ഗൈസ്, ഞങ്ങൾ ഇന്ന് സിംഗപ്പൂരിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മളിപ്പോൾ നമ്മളുടെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ വാട്ടർഫാൾ ആണ് കേട്ടോ ഇത്, റെയിൻ വോർട്ടെക്സ്. ഇത് ജ്വൽചാങ്കി എയർപോർട്ടിന്റെ ഉള്ളിലാണ്. ഇതിവിടെ താഴെ നിന്ന് കാണാൻ പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ ഇതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഇതാ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്നും കൂടെ നല്ല വ്യൂ ആണ്. ഇവിടേക്ക് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഇമോജീസ് ഇവിടെ നിന്നാണ് ഉണ്ടായിരുന്നത്. എത്ര
ഞങ്ങൾ പോകാനിരുന്ന ഫ്ലൈറ്റൊക്കെ ഡിലേ ആണ് കേട്ടോ. ചിലർ ഇവിടുന്ന് ഡയറക്റ്റ് ചെന്നൈ ഫ്ലൈറ്റിലേക്കുള്ളവരും ഇതിനകത്തുണ്ട്. കണക്ഷൻ ഫ്ലൈറ്റ് ടു ബാംഗ്ലൂർ, അതുപോലെ കണക്ഷൻ ഫ്ലൈറ്റ് ടു കൊച്ചിൻ ഒക്കെ ഉള്ളവരുണ്ട്. നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്കായിരുന്നു. പക്ഷെ നമ്മളുടേത് ഇനി എന്താവും, ഏത് ഫ്ലൈറ്റിനാന്നുള്ളതൊന്നും ഇവർ ഇൻഫോം ചെയ്തിട്ടില്ല. ഇൻഫോം ചെയ്യും എന്നാണ് പറഞ്ഞത്. ഞാൻ വെയിറ്റ് ചെയ്യാം. എന്നോട് ഞാൻ സ്പൂൺ ചോദിച്ച് കറി കൊഴിക്കാൻ.